ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ചർച്ചിന്റെ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറാം. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ആമേൻ ഒരു വലിയ ഹെൽത്ത് ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ ഒരു ഹീലിങ്ങിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ഒതുക്കരുത്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞ് കിട്ടുന്നതാണ്. എന്നാൽ വേദപുസ്തകം പറയുന്ന രോഗശാന്തിയും ആരോഗ്യവും, ഹീലിംഗും ഹെൽത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹീലിംഗ് രോഗം വന്നിട്ടാണ്. എന്നാൽ രോഗം നമ്മുടെ ശരീരത്തിൽ വന്നാലും ആമേൻ ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളതെങ്കിൽ ആമേൻ ഏത് പ്രശ്നമാണെങ്കിലും ഒരാരോഗ്യം, ഒരു ഡിവൈൻ ഹെൽത്ത് നമ്മുടെ മേൽ കൈമാറുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയുകയാണ്. നമ്മുടെ കർത്താവ് ഈ ആടുകളുടെ ഇടയൻ എന്നുള്ള വാക്കിൽ നിന്നുള്ളതായ ഞാനാകുന്നു എന്ന ആ വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഞാനാകുന്നു എന്ന 7 പ്രധാനപ്പെട്ട വാക്കുകളിലൂടെയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവനാകുന്നു, ആമേൻ ഇത്യാദി, യേശു പുനരുത്ഥാനവും ജീവനമാകുന്നു. ഇങ്ങനെ യേശു പറഞ്ഞ 7 ആമേൻ ഐ ആം സ്റ്റേറ്റ്മെന്റ്സിന്റെ ചുറ്റുമാണ് യോഹന്നാന്റെ ജോഹാനിയൻ ഗതിശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, ആമേൻ. എതിര സാത്താൻ വരുന്നത്, ദുഷ്ടൻ വരുന്നത് മോഷ്ടിക്കാനാണ്, ദുഷ്ടൻ വരുന്നത് അറക്കാനാണ്, ദുഷ്ടൻ വരുന്നത് മുടിക്കാനാണ്. ഇതൊരു പ്രോഗ്രഷനാണ്. ആമേൻ. മോഷ്ടിക്കാൻ കഴിയുന്നതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ആരോഗ്യം മോഷ്ടിച്ചുകൊണ്ട് പോകും, ധനം മോഷ്ടിച്ചുകൊണ്ട് പോകും, ആമേൻ. നന്മകൾ മോഷ്ടിച്ചുകൊണ്ട് പോകും, പറ്റുമെങ്കിൽ നമ്മുടെ പിള്ളേരെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ആമേൻ. ഇങ്ങനെ ഒരു മോഷകനാണ്, ഭയങ്കര മോശക്കാരനായ ദുഷ്ടനാണ്. ഏതളവ് വരെ അത് ചെയ്യും. ഇനി മോഷണം കൊണ്ട് നിന്നില്ലെങ്കിൽ അടുത്തത് അവനത് മുറിക്കും. ഇനി അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ആമേൻ അതിനെ മുടിച്ചു കളയുന്ന, ഇത് ഞാൻ പറഞ്ഞതല്ല, യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. The enemy comes to steal, the enemy comes to cut, and the enemy comes to destroy. കുടിക്കാൻ വരുന്നവനാണ്. പക്ഷെ അത് കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി പേടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് യേശു പറഞ്ഞ but I have come. ചോണയുണ്ട് എത്തോടെ, സജിപ്പാസിലെ ചോണയുണ്ട് എത്തോടെ. സ്വത്രം പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, പ്രവാചകന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. നിങ്ങളെ ഒരു ഇമോഷണലായിട്ട് ചലിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ല. യേശു ഡിക്ലെയർ ചെയ്തു but I have come. ഗ്രീക്ക് ബൈബിൾ ടെക്സ്റ്റുകളൊക്കെ വായിക്കുന്നവർക്കറിയാം യേശുവോട് ഉപയോഗിച്ചിരിക്കുന്ന ഐ സ്റ്റേറ്റ്മെന്റിലെ പവർ. യോമിയായി, സ്വത്രം യേശു പറഞ്ഞ വാക്കാണ് യോമിയായി. വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാനുണ്ട്. സ്വത്രം ഇനി എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാമെങ്കിൽ ആമേൻ, ഞാൻ വന്നത് I've come to give you life and life in full. ഞാൻ വന്നത് ആമേൻ, ലൈഫ് ഇൻ ഫുൾ എന്നൊക്കെ പറയുന്നത് നിത്യജീവന്റെ ഒരു ക്വാളിറ്റിയാണ്. ദൈവമക്കള് നല്ല ക്വാളിറ്റി ലൈഫ് നയിക്കണം. അതിനാ കർത്താവ് ഇറങ്ങി വന്നത്. ഇതിനകത്തില്ല, കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പിശാച് എടുത്തുകൊണ്ട് പോയ ചിലതിനെ ഇന്ന് രാത്രി നമ്മൾ അധികാരത്തോടെ പറയാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ളതായ നാമത്തിൽ ഇന്ന് രാത്രി അത് മടക്കി തരണം. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആമേൻ പാതി വഴിയിൽ മുടങ്ങി കിടക്കുന്നതായ ചില നന്മകൾ ഇന്ന് രാത്രി മടക്കി കിട്ടണം. അടച്ചു വെച്ചിരിക്കുന്ന ചില നന്മകൾ ഇന്ന് രാത്രി മടക്കി കിട്ടണം. ആമേൻ. കാരണം കർത്താവ് നമ്മുടെ നടുവിലുണ്ട്.
കർത്താവ് പറഞ്ഞത് അത് വന്നിട്ട് പോയെന്നല്ല, ബട്ട് ഐ ഹാവ് കം. കർത്താവ് പറഞ്ഞു, ഞാൻ ആരും അയച്ചവനൊന്നുമല്ല, ഐ ഹാവ് കം, ഞാൻ വന്നവനാ. നമുക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഉണ്ടെന്ന അകത്തളങ്ങളിൽ ഉറപ്പും ബോധ്യവും ഉള്ള ദൈവമക്കളൊക്കെ അതൊന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുക്കണം. ഇത് മനസ്സോടെ സ്വന്തം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ സ്വന്തം ചെയ്യണ്ട. നമ്മുടെ ഭയത്തിന്റെ സ്ഥാനത്ത് ഫെയ്ത്ത് അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്ത് അവിടെ അങ്ങോട്ട് പറഞ്ഞ് ഈ പറഞ്ഞത് ആമേൻ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടത് ഒരു ആലോചനയുമല്ല, ആമേൻ, നിങ്ങളെ ഒന്ന് ഇമോഷണൽ ആക്കാൻ വേണ്ടി ഞാൻ കൈവച്ച് പറയുന്നതുമല്ല, ഇത് യേശു പറഞ്ഞതായതുകൊണ്ട് അത് റിസീവ് ചെയ്യുന്ന ദൈവമക്കളാ, വചനം വിശ്വസിക്കുന്നവർ, അതുപോലെ ആമേൻ പറയുന്നവര്, ആമേൻ, നിങ്ങൾക്ക് കരമുയർത്താമെങ്കിൽ കരമുയർത്തി പിടിച്ചു. നിങ്ങളങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില പ്രക്കളമേഷിച്ച് തരാൻ പോവുകയാണ്. നിങ്ങളുടെ അധരങ്ങളിൽ കർത്താവ് ചില ദൂതുകളിൽ രാത്രി തരാൻ പോവാ. ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാപിക്കണമെന്നുള്ളവരൊക്കെ നമുക്ക് ആ കരകളൊക്കെ ഒന്ന് അടിച്ചു ആത്മാവിനാണ്. ആത്മാവിലായി അതൊന്ന് പ്രാപിക്കണം. ചിലതിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആമേൻ ഒരാത്മാവ് ചലിക്കണം. 2 മിനിറ്റോടെയുള്ള ആത്മാവിൽ നിങ്ങൾക്ക് ആരാധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആത്മാവിൽ അന്യഭാഷകളാണ്. ഇത് പരിശുദ്ധാത്മാവ് മാത്രം ചലിക്കുന്നു. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുടെ പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചത് വീണ്ടും ഒരു വട്ടം കൂടെ പറയുകയാണ്. പൗലോസ് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും പ്രാർത്ഥിച്ചത്. സ്പിരിച്വൽ വെൽഫെയർ ആണ്. ഒന്നാമത്തേത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തേത്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. Christ should dwell in us. കർത്താവ് നമ്മളിൽ വസിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ഓർപ്പിച്ചത്, നമ്മള് സ്നേഹം കൊണ്ട് the abundance of love, the agape love, amen, eros or filio love, the abundance of agape love. നാലാമത്തേത്, ദൈവത്തിന്റെ സകല നിറവോളം. ആമേൻ. എനിക്കത് ഇന്ന് രാത്രി വ്യാഖ്യാനിക്കാൻ അറിവില്ല. ദൈവത്തിന്റെ സകല നിറവോളം നിറയണമെന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണെങ്കിൽ അവൻ നമ്മെ നിറയ്ക്കും. ആമേൻ. നമ്മുടെ 4-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ജനനത്തിലൂടെ അഥവാ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ നമ്മളിൽ സംഭവിക്കുന്ന ജനവനായിട്ടുള്ള ട്രൂത്ത്ഫുള്ളായ ഒരു മാറ്റത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ അകത്തെ മനുഷ്യനിലേക്ക് പ്രവേശിക്കാം. ആമേൻ. 22, 23 and 24. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദേവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഈ പുതിയ മനുഷ്യനാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ആമേൻ. ഈ 4-ാം അധ്യായത്തിന്റെ ഈ പോർഷൻ ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടെ ഓൾഡ് സെൽഫ്, ഞാനതിന്റെ ഓരോ വാക്യങ്ങളും എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സമയമല്ലല്ലോ. പ്രധാനമായിട്ടും ഈ ശുശ്രൂഷയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്താൻ പരിശുദ്ധാത്മാവിൽ ഞാൻ കൊതിക്കുക. എങ്കിലും ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം,
നമ്മുടെ വീണ്ടും ജനനത്തിൽ, when we are born again, when we are born from above, when we are born by the Spirit and by the Word, ആത്മാവിലും സത്യത്തിലും പുതുജനനം പ്രാപിച്ചവരാ ദൈവമക്കള്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. അല്ലാതെ ആമേൻ പെന്തിക്കോസ്തിൽ ജനിച്ചത് കൊണ്ടല്ല. ആമേൻ, the true Christianity is a rebirth. അതൊരു പുതിയ ജനനമാണ്. യേശു തടിമീശയൊക്കെ നരച്ച വളരെ ഓൾഡായിട്ടുള്ള ഒരു ഇസ്രായേലിന്റെ ആമേൻ ഉപദേഷ്ടാവ് എന്നോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അൺലെസ് യു ആർ ബോൺ ബൈ ദ സ്പിരിറ്റ്, ആമേൻ, ആത്മാവിലും സത്യത്തിലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിലോ ദൈവരാജ്യത്തിലോ എന്തോ വേണേലും ഉപയോഗിച്ചോ, ഇത് രണ്ടും ഒന്നാണെന്നങ്ങ് ഞാനങ്ങ് വിശ്വസിക്കുക. Both the kingdom of heaven and the kingdom of God, they are one and same. സ്വോത്രം. തിയോളജി കൊണ്ടൊന്നും വിഷമിപ്പിക്കുന്നില്ല. ഞാൻ നാളെ അങ്ങ് പോകുന്നതുകൊണ്ട് അവൻ എളുപ്പം പറഞ്ഞിട്ട് പോകാമെന്നും ധരിക്കരുത്. The kingdom of heaven and the kingdom of God, they are same. അത് രണ്ടും ഒന്ന് തന്നെ. നമ്മുടെ വലിയ ഒത്തിരി വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. യേശു കർത്താവ് പറഞ്ഞു, അൺലെസ് നീ യഹൂദന്റെ ഉപദേഷ്ടാവാണ്, നീ യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനാണ്, but unless you are born by the Spirit of truth, it's by the word of God, it's by the Holy Spirit. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, you are a sinner and you need a savior. ഈ കൺവിക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമ്മൾ പുതുജനനം പ്രാപിക്കുന്നത്. We are born again. വീണ്ടും നമ്മളാകുന്നത്. പൗലോസ് ഈ പോർഷനിൽ അതിനെ വിളിക്കുന്നത് ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ വയസ്സനല്ല. നമ്മുടെ പഴയ മനുഷ്യനെ we need to put off our old man and we need to put on a new man. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ചാതി മോഹങ്ങളാൽ വഷളായി പോകുന്ന സ്വോത്രം പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണേ, അനിൽ ബ്രദറുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചാൽ മതി. സ്വോത്രം. അനിൽ ബ്രദറിനും എനിക്കും അറിയാവുന്ന കുറെ പേരെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സ്വോത്രം. അവരാരും സെയിൻസ് അല്ല, അവരൊക്കെ കേരളത്തിലെ നമ്പർ 1 കൊട്ടേഷൻ സംഘത്തിലെ വാളും വടിയും കത്തിയും കുത്തുമായിട്ട് നടന്ന 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഇവരിൽ 1-2 പേരെയൊക്കെ എനിക്ക് അല്ലുമായിട്ട് സംസാരിച്ചപ്പോൾ തിരിച്ചറിയാറുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്താടാന്ന് ചോദിക്കുമ്പോ ഏതാടാന്ന് ചോദിക്കുന്ന ഒരു പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടുള്ള വ്യത്യാസം ഇന്ന് രാത്രി ജീവിതത്തിൽ വന്നവർക്ക് അതിന്റെ വലിപ്പം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഒരു പുതിയ മനുഷ്യൻ, കൈനോസ് എന്ന വാക്കാണ് പൗലോസ് ഉപയോഗിച്ചത്. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞ റിനോവേഷൻ അല്ല. പണ്ട് 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷം 2 വലിക്കും. അല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉപദേശിയെ തല്ലുമായിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷം ഉപദേശിയെ തല്ലുന്നോനെ തല്ലും. അല്ല, ഒരുവൻ ക്രിസ്തുവിൽ വ്യത്യാസം. ഞാൻ ഈ പറയുന്ന വാക്യമൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതാ. 2 Corinthians 5:17 എഴുതി വെച്ചിട്ടുള്ള ഇഫ് എനിവൺ, അത് കൊട്ടേഷൻകാരനും സ്വോത്രം പട്ടണത്തിലെ പാപിയായ സ്ത്രീയാണെങ്കിലും ആ തലമുറയിൽ എല്ലാവരും എഴുതി തള്ളിയവരായി. The moment when you are in Christ, you are a new creation. സെയിന്റ് അഗസ്റ്റിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധനായ അഗസ്റ്റിൻ 16-ാം നൂറ്റാണ്ടിലൊക്കെ 17-ാം നൂറ്റാണ്ടിലൊക്കെ പ്രസിദ്ധനായ സെയിന്റ് ഓഗസ്റ്റീൻ. ഈ ഓഗസ്റ്റീൻ ഒരു പന്ന ചെറുക്കനായിരുന്നു.
റോമിലെ തെരുവുകളിലെ ഏറ്റവും മോശം കുട്ടിയായിരുന്നു. 25 വയസ്സ് വരെ. അമ്മയുടെ പേര് മോണിക്ക. എന്നോടെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ കുഞ്ഞിനെ മടക്കി കൊണ്ടുവരണേ. ഒരു ദിവസം ഓഗസ്റ്റീൻ രക്ഷിക്കപ്പെട്ടു. നടന്നു പോയ വഴിയിൽ മേളിൽ നിന്ന് എന്നും പോയ ഇടത്തുനിന്ന് ചിലര് കൈ കാണിച്ചു വിളിച്ചപ്പോ ഓഗസ്റ്റീൻ ഉറക്കെ പറഞ്ഞു, "The old Augustine is dead. This is a new Augustine." ഇതാണ് ശരിക്കും രക്ഷിക്കപ്പെടുന്നതിന്റെ ആമേൻ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. A new person, kairos, a new person. ഒരു റെനോവേഷൻ അല്ല, ഒരു മാറ്റമല്ല. ഞാനൊരു സെക്കൻഡ് ജനറേഷൻ വിശ്വാസിയാണ്. സ്വത്രം ഒരു 19 വർഷമുള്ള പെന്തക്കോസ്ത് കുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. എനിക്കിതൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ ധ്യാനിക്കുമ്പോഴൊക്കെ ഓർത്തോണം, നമ്മുടെ പഴയ മനുഷ്യൻ ഭോഷ്ക്ക് പറയുമ്പോഴാണ്. നമ്മുടെ പഴയ മനുഷ്യൻ ആമേൻ ഒരുപാട് കാര്യങ്ങൾക്ക് സ്ലേവ് ആയിരുന്നു. ആമേൻ. അതൊക്കെ ഇന്ന് രാത്രി ചെറുതായിട്ടൊക്കെ പറഞ്ഞു. എന്നാൽ ഒരുവൻ കർത്താവിലായ അതിനേക്കാൾ വലിയൊരു ടെസ്റ്റ് മണിക്കില്ല. ഞാൻ ഈ അനിലിനെ സാക്ഷിയൊക്കെയാ പറയുന്നത്. അനിലിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘങ്ങളൊക്കെ ഇന്ന് അനിലിനെ കാണുമ്പോ പറയുന്നത്, ദേ പാസ്റ്റർ വരുന്നു. ഞാൻ വരുമ്പോ പാസ്റ്റർ പറയുമെന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. അമ്മേ, ദേ പാസ്റ്റർ വരുന്നത്. ഈ ഒരു ടെസ്റ്റ് മണിയാണ് നമ്മുടെ അകത്തെ മനുഷ്യന് വ്യത്യാസം വരും. നമ്മുടെ അകത്തെ മനുഷ്യന് രൂപാന്തരം വരുമ്പോൾ ഇന്ന് രാത്രിയിൽ അതൊന്ന് തിരിച്ചറിഞ്ഞോണം. എവിടെയെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പുതിയ മനുഷ്യനിലേക്ക് കടക്കുന്നത്, അത് മക്കളെ, did you get what I'm speaking? Paul is talking about the old man, the man before the rebirth of regeneration, the unregenerate man before accepting Jesus. Once we accept Jesus, there is a big change, miraculous change. We put off what? The old stuff, and we put on a new one. It's not a renovation, but completely, totally a new person. ഇവിടെ മുതിർന്നവർക്കൊക്കെ അറിയാം, പൗലോസിനെ പോലൊരാള് റോമാലേഖനത്തിൽ പറയുന്നത്, ഇത് എന്നെ പോലൊരാളല്ല. 7-ാം അധ്യായത്തിൽ പറയുന്നത്, എന്റെ പഴയ മനുഷ്യനും എന്റെ പുതിയ മനുഷ്യനും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ്. My old man and my new person, my carnality, my flesh. Amen. Sotram. Thank you. ഞാൻ അങ്ങോട്ടൊക്കെ നീങ്ങുന്നത് ബുദ്ധിമുട്ടല്ലേ? സ്വത്രം. എനിക്കറിയാം, ഇത് ക്യാമറ ഒക്കെ തിരിക്കുക. ഞാൻ ആവോളം ഇവിടെ ഒക്കെ നിന്ന് പറയാൻ നോക്കാം. നിങ്ങൾ എനിക്ക് കൊച്ചുങ്ങളോടൊക്കെ പറയുമ്പോൾ ഒന്ന് വിരളി ചൂണ്ടിയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് സന്തോഷം വരത്തില്ല. പൗലോസിനെ പോലെ ഒരു വലിയ മനുഷ്യൻ സാർ, സാധാരണ മനുഷ്യനല്ല. ഇത്രയും മേളി കയറിപ്പോയ മനുഷ്യൻ പറയുന്നത്, എന്റെ ഉള്ളിൽ, ഞാൻ വായിപ്പിക്കുന്ന വാക്യങ്ങളൊന്ന് കാണാൻ മറ്റൊരിടത്തേക്ക് പോകണം. Romans 7:25, Paul says that there is a big conflict going on inside me between the old man and the new man. ഇത് ഞാൻ പറയുന്നതല്ല, പൗലോസ്. അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട എനിക്ക് എന്തുമാത്രം കോൺഫ്ലിക്റ്റ്. അതില്ലാത്ത ഒരൊറ്റ മുതിർന്ന വിശ്വാസിയും ഇവിടെ ഇല്ല. 19 വയസ്സ് പ്രായമുള്ള ഐബിസിലെ ഏറ്റവും വിശുദ്ധനെന്നെല്ലാരും പറഞ്ഞ അപ്പച്ചൻ്റെ ഞാൻ ചോദിച്ചു, അപ്പച്ചാ, ജയജീവിതം നയിക്കാൻ അപ്പച്ചൻ ആരാ ഏറ്റവും വലിയ ശത്രു? എന്റെ സാമേ, ആപ്പച്ചൻ മുണ്ടിപ്പള്ളി ചാക്കോച്ചാൻ അപ്പച്ചൻ എന്നോട് പറഞ്ഞ എന്തോന്നറിയാവോ? എന്റെ മക്കളെ, എനിക്ക് പുറത്തൊന്നൊരു ശത്രുവില്ല. ജയജീവിതം നയിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ഞാൻ തന്നെ, എന്റെ ഉള്ളിലാ. ഇന്ന് രാത്രി ഒരു വിടുതലും കിട്ടിയില്ലേലും ഒരു ജെനുവിൻ ട്രാൻസ്ഫർമേഷൻ
ഇവിടെ ഒരു റിവൈവൽ ആരംഭിക്കും, ഇവിടെ ഒരു ഉണർവ് ആരംഭിക്കും. വിശുദ്ധനായ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്തെന്ന് ഇനിയും നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. And what is saying, a big conflict is going, amen, inside me. Believe in the old man. എന്റെ മനസ്സുകൊണ്ട്, എന്റെ ആത്മാവ് കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ പ്രമാണം ആമേൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരെ കൊണ്ട് ഞാൻ കൈവപ്പിക്കുന്നില്ല. ആമേൻ. പക്ഷെ ആ ആഗ്രഹം ഫ്രീസ് ആകുന്ന ആ മോമെന്റ് ഏതാണെന്ന് അറിയാമോ? ദൈവാത്മാവ് നമ്മളോട് വാദിക്കുന്നത് നിർത്തും. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ സജിപ്പാസ് എന്നെ വിളിക്കുമോ എന്നുള്ളതാണ് എന്റെ വിഷയം. അങ്ങനെ ഇല്ലയോ? ഞങ്ങളൊക്കെ അങ്ങനെ ഒരു പാല് വിട്ടിട്ടല്ലേ പോകണ്ടേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു മീറ്റിംഗ് എങ്കിലും തരണേ. സ്വോത്രം. എന്റെ പ്രശ്നം അതൊന്നുമല്ല. എന്റെ പ്രശ്നങ്ങൾ അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമോ അടുത്ത പ്രാവശ്യത്തെ മീറ്റിങ്ങോ അതൊന്നുമല്ല. നമ്മുടെ ഇന്ന് രാത്രിയിലത്തെ ഇഷ്യൂ, ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഇഷ്യൂ ഇതിന്റെ മേലൊരു ജയമെടുക്കണം. ഇതിനെ ഗൗരവമായി കരുതണം. ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം എനിക്ക് കുറച്ചുകൂടി ഈസി മെസ്സേജ്. അസുഖം വിടുതലൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന്. വിടുതൽ കിട്ടും, പക്ഷെ സ്വർഗത്തിൽ പോകുന്ന സംശയം. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുമോ എന്ന് കരുതാതെ വണ്ണം ഇന്ന് രാത്രി നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. ദൈവത്തെ അനുസരിക്കണമെന്ന്, കർത്താവിന്റെ വചനത്തെ അനുസരിക്കണമെന്ന് കൊതിയുള്ളവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുത്തുള്ളൂ. വരാത്തവരെ ഞാൻ ബ്ലെയിം ചെയ്യില്ല. ഡ്യൂട്ടി ഉള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുകയല്ല. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്നവര്, ഞാൻ ഈ ബിസി അല്ല ആയിട്ടും ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങുന്ന ഓൾമോസ്റ്റ് 8 days. എനിക്കൊരു പാതി പേരുടെയും പേര് കൃത്യമായിട്ട് അറിയാം. ഈ ആയുസ് മറക്കത്തില്ല. കാരണം I interacted with them that much. അതുപോലെ ഞാൻ ഇന്ററാക്ട് ചെയ്തു. ആമേൻ. എന്റെ സഭയിലെ ആളുകളുടെ മുഖം ഓർക്കുന്ന പോലെ ഞാൻ 90% ആളുകളുടെ മുഖം ഓർക്കും. കാരണം ഇതെല്ലാം വിട്ട് നമ്മളിവിടെ വന്ന് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ഞാൻ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലുണ്ടാകുമെന്ന് കൊതിച്ചാണ് വന്നത്. ഞാൻ കൂടെ ഒരുമിച്ച് ഈ ആരാധനയിൽ വരുമ്പോൾ എന്റെ സഭയ്ക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും. Oh, hallelujah. So I want to obey the Lord of God. My mind wants to, my inner spirit wants to obey the law of God. But there is another spirit that is working against us. അതിനെതിരായിട്ട് വേറൊരാത്മാവ് പോരാടുക. The next word Paul says, woe. അത് ഈ വല്ലതും കണ്ടിട്ടുള്ള VOW wow അല്ല. Woe. അയ്യോ. Paul says, a person like Paul, an apostle like Paul, when he was talking about the inner conflicts, he immediately said, woe. അയ്യോ. ഞാന് ഈ അരിഷ്ട മനുഷ്യനൊക്കെ പണ്ടൊക്കെ ഞാൻ ധരിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ അരിഷ്ടം കിട്ടുമായിരുന്നല്ലോ. അരിഷ്ടം അല്ല, പുറത്തു വരാൻ സാധ്യതയില്ലാതെ I am bound to the dead flesh. ഞാൻ അതിനെയൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. I am bound. ആമേൻ. സ്വോത്രം. ഇന്ന് രാത്രി ആത്മാവിനെ ഞാൻ പറയാം. If you are addicted by something, even a pastor for the last 35 years or 37 or 38 years, ഇപ്പോഴും ഞാൻ പറയാം, there are some addictions even today I like to overcome. ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ ചെറുതായി കാണാത്തോടെ ആമേന ഞാൻ കേൾക്കുന്നത്. ഇതിന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ മണ്ടയ്ക്കോട്ട് നിറക്കണം. സഭകൾക്ക് ദൂരെഴുന്ന സമയത്ത്
തോറ്റവനൊന്നുമില്ല. ആമേൻ. ജയിക്കുന്നവന്. ഇവനും മക്കളെ, നിങ്ങൾക്കതിന്റെ ഗൗരവം അറിയത്തില്ല. യങ് മദേഴ്സ് ആൻഡ് പേരൻസ്, പ്രായമൊന്നും ഞാൻ പറയുന്നില്ല. ആമേൻ. 7 സഭയിലും പറഞ്ഞത് തോക്കുന്നവനെന്നല്ല, ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ പുതിയ മന കൊടുക്കും. ആമേൻ. ജയിക്കുന്നവന് ഞാൻ ആമേൻ കിരീടം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ വാടാൻ കൃപ നൽകും. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ പ്രോസസ്. ഇന്ന് രാത്രിയിൽ ആമേൻ നമുക്കൊരു ജയ ജീവിതം. ഓ ശമന കഥാവിന്റെ സന്നിധി ചെന്നെത്തിക്കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയില് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് കല്യാണം നടത്തുന്ന പേരൻസിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. കല്യാണം നടക്കണം, നിങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ പോലും കുഴപ്പമുണ്ടാകരുത്. ഒക്കെ ഒരു ഇഷ്യൂവാ. കുടിക്കുന്ന വെള്ളത്തിൽ പോലും പ്രശ്നം ഉണ്ടാകരുത്. ഇതിനുവേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ പ്രയോറിറ്റികളിൽ ഒന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലർക്ക് അത്ഭുതകരമായി ജോലി കിട്ടണം. അവൻ സ്വപ്നം കാണാത്ത, ചോദിച്ചതിനും നനച്ചതിനും ഉപരിയായ ചില അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഇന്ന് രാത്രി തുറന്നു കൊടുത്ത് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്, ദുർഘടങ്ങൾ നിരപ്പാകുക, ഇരുമ്പോടാമ്പലുകൾ ഒടിയുന്ന, അത് താമ്ര കഥകൾ തുറക്കുന്ന ഒരു ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി തലമുറകൾ കൊണ്ടാകണം. ജോലിക്ക് വേണ്ടിയൊക്കെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പറയാം. സുഹൃത്തുക്കൾ, ഇന്ന് രാത്രി മുതൽ ഒരു പ്രയർ ലിസ്റ്റിലൊന്ന് കേട്ടിക്കേ. സാധാരണ ജോലിയിൽ എക്സൽ ചെയ്യണം, അവിടെ മണ്ടയ്ക്ക് കയറണം. ഇത് ആ ഭൗതികമല്ല, ദൈവമക്കളുടെ അവകാശമാണ്. You are not going to be the tail. വല്ലവന്റെ പുറകിന് ഈ എഴഞ്ഞു നടക്കുന്ന വാലിന്റെ സ്പിരിറ്റിനെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ശാസിച്ച് ഒരു ഹെഡ്ഷിപ്പിലേക്കുള്ള മക്കളെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിക്കണം. അവന് ഒരു ടെയിലായിട്ട് വല്ലവന്റെ പുറകില് എഴുതി നടക്കുന്ന ഇവിടുള്ള ഭാഷക്കൊന്നും കുഴപ്പമില്ല. കാരണം നാട്ടിലെ ഭാഷമാരോട് ഞാൻ പറയും, ആമേൻ, 1-ാം തീയതി ശമ്പളത്തിന് വേണ്ടി കാത്തിക്കുന്ന ഉപദേശിയായി മാറരുത്. സ്വർഗം തുറന്ന്, ശ്രീപണ്ണാനം തുറന്ന്, നിനക്ക് സ്ഥലം പോരാതെ വരുമ്പോഴോ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് വചനം വെളിപ്പെടുത്തുന്നത്. The room that you cannot contain. ദൈവമക്കളെ, സ്തോത്രം, ഞാനിത് വെറും ആവേശത്തിൽ പറയുന്നതല്ല, ഇതൊക്കെ നമ്മുടെ അനുഭവ സാക്ഷ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സ്ഥിതിക്ക് മാറ്റം. ആ സ്ഥിതിക്ക് മാറ്റം വരണം രാത്രി. കാരണം നീ സാധാരണ ആളിന്റെ അപ്പനല്ല. നിന്റെ അപ്പന്റെ പേര് ഷാജി പാഷ എന്നായിരിക്കാം, പക്ഷെ അതിനപ്പുറത്ത് ഒരു അപ്പനുണ്ടല്ലോ. യു ആർ ദ ചൈൽഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അവൻ തുറന്നാലോ ഇന്ന് രാത്രി അടയ്ക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവൻ തുറന്നു കഴിഞ്ഞാൽ ആ വഴി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ശോത്രം മക്കളെ, you need to excel in your studies. Every day you should pray. യേശുവപ്പച്ചാ, give me the wisdom. എൻ്റെ ഡാഡിയുടെ ഐക്യമല്ല, അതമാര് പറയണ്ട, അറിയണ്ടെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ പറഞ്ഞു. എൻ്റെ ഡാഡിയുടെയും ഗ്രാൻഡ് ഡാഡിന്റെ ഐക്യമല്ല, അതിനകത്ത് വേറൊന്ന്. God give me brilliance in my studies. ഞാൻ അങ്ങോട്ടൊന്ന് യങ് ഗൈസ്, മക്കളെ, രാത്രി അങ്ങനെ പ്രാർത്ഥിച്ചോണം.
ഓർഡിനറി അയക്കുമല്ലോ, നിശ്ചയം നടത്തും ടോപ്പറാണ്. നിന്നെ അയക്കുന്ന രാജ്യങ്ങളിൽ നീ ആ യൂണിവേഴ്സിറ്റി മാറി കാണണം. Don't think about the tail. Think about the headship. ഏത് രാജ്യത്ത് ദൈവം അയച്ചാലും നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. അതൊന്ന് പറഞ്ഞേ, എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ചെയ്യണം മക്കളെ. ഇന്ന് രാത്രി വഴി ദൈവം തുറക്കും. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ മെയിൻ വിഷയം അതൊന്നുമല്ല. കർത്താവിന് നമ്മളിൽ പ്രസാദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടണം. അതിനുള്ള ഒരു സീക്രട്ടിലോട്ട് നമ്മളൊന്ന് കയറുന്നു. നമ്മൾ 3-ാം അധ്യായം 14-15 വാക്യം. പ്ലീസ് മക്കളെ, ഓപ്പൺ യുവർ ബൈബിൾ. അതിനിമിത്തം ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ശ്രദ്ധിച്ചോ, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചോ. അവൻ തന്റെ മഹത്വത്തിന്റെ മഹത്വത്തിന്റെ, ഞാനത് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ, ധനത്തിനകത്തുനിന്നല്ല, proportion to his glorious wealth. ഈ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് നമുക്കുള്ള ധനത്തിലോട്ട് നമ്മൾ കയറാൻ പോകും. സോദരം നമ്മുടെ ഭയങ്കര റിസോഴ്സ്. അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ ടൈറ്റിലിനകത്ത് ബി റിച്ച്. ഫിനാൻസ് അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ ബി സീരീസിനകത്ത് എത്ര പേര് PSP വായിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. PSPയുടെ ബി സീരീസ് ഉണ്ട്, ബി റിച്ച്. ന്യൂട്രിഷന്റെ എല്ലാ ബുക്കിലുമുണ്ട്. അതിനെ ഇതിലോട്ട് കയറുമ്പോൾ നമ്മുടെ ഭയങ്കര മഹത്വത്തിന്റെ ധനം. എന്തുവായി മഹത്വത്തിന്റെ ധനമെന്ന് പറയുന്നത്? സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുക. ആത്മീയ അനുഗ്രഹത്തിന്റെ പുറകിൽ ബാക്കി അനുഗ്രഹമുണ്ട്. അവൻ ആത്മാവിന് മാത്രം തരാൻ കഴിയുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അത് പറഞ്ഞൊരു വാക്യം ഉദ്ധരിക്കാം. ഏത് പുസ്തകമാണെന്ന് എന്നോട് പറയണമേ. അവൻ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഈ മൺകൂടാരത്തിൽ ഒരു നിക്ഷേപമായിട്ട് ദൈവം തന്നിട്ടുണ്ട്. ശ്രോത്ര ആത്മീയ അനുഗ്രഹത്തിന്റെ പ്രത്യേകത. അവൻ ഒരു മിനിറ്റ് ആ വചനം ഒന്ന് എടുക്കണേ. 2 കൊരിന്ത്യൻസ് 4-ാം അധ്യായം 7 മുതൽ താഴെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞാൻ അതിന്റെ എക്സ്പോസിഷനിലോട്ടൊന്നും കടക്കുന്നില്ല. ഒറ്റ വാക്കോർത്തു, ഈ മൺപാത്രത്തിനകത്ത് ഒരു ഭയങ്കര ട്രഷർ ദൈവം വെച്ചു. അത് താൻ വിളിക്കുന്നത് സാധാരണ ശക്തി എന്നല്ല. ഇവരാത്രി സാധാരണ ശക്തിയെ കുറിച്ചല്ല, അവൻ അത്യന്ത ശക്തി. അതാരുടെ മേലെ കൈമാറുന്നത് യഹോവയെ കാത്തിരിക്കുന്നവൻ. ശക്തിയെ പുതുക്കും. എന്റെ താഴത്തെ വാക്യങ്ങൾ വായിച്ചേ. All sides, not one side. We are suffering from സകല വശത്തുനിന്നും. എവിടെങ്കിലും ഒരു വാതിൽ തുറക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടോ? ഏതെങ്കിലും ഒരു വാതിൽ. ഒന്നുമല്ലേ കുറച്ചു കാലം കൂടി ഇവിടെ ജീവിക്കാനുള്ള വീസ കയ്യിലുണ്ടല്ലോ. ഒന്നുമല്ലേ ഈ പ്രശ്നമെല്ലാം വന്നാലും എന്നെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉള്ള നമുക്കല്ല, എനിക്കല്ല. ചോദ്യം നാട്ടിൽ പിള്ളേർ പറയുന്ന പോലെ പേപ്പട്ടിയെ തല്ലുകയാണെങ്കിൽ ഒരു വാതിൽ തുറന്നിട്ട് തല്ലിയേക്കണം, അല്ലെങ്കിൽ അവൻ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യും.
നമുക്കെല്ലാം ഒരു വാതിലെങ്കിലും ദൈവം തുറന്നിട്ടിട്ടുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം. ഇവിടെ നിന്ന് പോയാലും നാട്ടിലെ ഒരു 50 സെന്റ് വിറ്റ കാര്യമെല്ലാം നടക്കും. ഒരു വാതിൽ. But Paul says we are troubled, we are suffering from all sides. 4 വശത്തു നിന്നും പ്രശ്നം വന്നിട്ട് പിടിച്ചു നിന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്ക്, പിടിച്ചു നിന്നത് എങ്ങനെ? ചെക്കുകൾ മടങ്ങുമ്പോൾ, മില്യൺസ് കിട്ടാതെ വരുമ്പോൾ, രാത്രി ഉറക്കം നഷ്ടപ്പെടാതെ ഉറങ്ങാൻ കഴിയുന്നവർ, പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി വേറെ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് രാത്രി ശരീരത്തിന് മേലൊക്കെ ആ ശക്തി ഇറങ്ങപ്പെടുന്നുണ്ടല്ലോ. സകല വിധത്തിലും കഷ്ടം അനുഭവിച്ചാലും ഇന്ന് രാത്രി അത്യന്ത ശക്തി മൺകൂടാരത്തിലുള്ള ഇറങ്ങാൻ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, that is the spiritual blessing. ഉറക്കമരാത്ത രാത്രികളോട് കടവുമായി നോക്കില്ലേ? ഹാർട്ടിന്റെ പമ്പിംഗ് റേറ്റ് കുറഞ്ഞിട്ടില്ലേ? അന്നേരം ആരെങ്കിലും നോക്കിയാൽ 200+ഉം 150+ഉം താഴത്തെയും മേളത്തെയും വന്നേനെ സെർബറൽ ഹെമറേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. പക്ഷെ യവൻ അങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പേ അതിനെ കവർ ചെയ്യുന്ന മറ്റൊരു പവറിന്റെ പേരാണ് ഈ പക്ഷെ എങ്കിലും ഞങ്ങൾ ഇടുക്കത്തില്ല. രാത്രി അകത്തെ മനുഷ്യരോട് ശക്തി ഇറങ്ങാൻ പോവാ. അത് തോമസ് ഉലുപ്പവാസു കൈവെക്കുന്നതിനനുസരിച്ചല്ല, തന്റെ മഹത്വത്തിന്റെ. ഇന്ന് രാത്രി അത് ക്യാരി ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നേ, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് 2 അന്യഭാഷ പറഞ്ഞ് മടങ്ങിപ്പോകാനല്ല. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അത്യന്ത ശക്തി ഉള്ളിലോട് കയറുമ്പോഴാണ് പുറമെയുള്ള മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങി. അതാണ് ഒരു അത്യന്ത ശക്തി ഉള്ളിലുള്ളതുകൊണ്ട്. ഭാഷന്മാരാ, ഒരാളുടെ ബോഡി ലാംഗ്വേജ് തിരിഞ്ഞിരുന്നാൽ മതി, അന്നത്തെ ഉറക്കം കിട്ടും. രാത്രി മുഴുവൻ ദൂതും തയ്യാറായിക്കൊണ്ട് വരിക. സജിപ്യാസം വിചാരിച്ച് ഈ ദൂത് പൊട്ടി തെറിച്ച് തീ കത്തി വീണ്ടവിടെ ഫയർ ആകുമെന്ന്. അന്നേരം കൊണ്ട് 2 എണ്ണ ഇടത്തും വരച്ച് വരുന്നോണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മതി, ദൂത് അന്നേരം തീരും. അങ്ങനെ ഇവിടെ ആരും ഇല്ലാത്തതിനാൽ സ്വത്രം ഉണ്ടെങ്കിൽ തന്നെ മാനസാന്തരപ്പെട്ടു. ഞാൻ ചിലപ്പോഴൊക്കെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, പിടിച്ച് പുറകിലും കൂടെ എഴുതണം. കാരണം മുമ്പേ ഇരുന്ന് ദൂത് വരുന്ന സമയത്ത് ആ വചനത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, don't waste your time. വളരെ ഇരുന്ന് മെനക്കെടുത്തല്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് വലയുമായിട്ട് വന്നിട്ട് ഒന്നും കിട്ടാതെ തിരികെ പോകുന്ന വരരുത്. പെട്ടെന്ന് രാവിലെ നമ്മൾ ബലമുണ്ടെന്ന് കരുതിയ പെട്ടെന്ന് രാവിലെ ചിലത് എതിരായിട്ട് വരികയാണ്. ഒരു സൈഡിൽ നിന്നല്ല, 4 സൈഡിൽ നിന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. ഞാൻ കുറെ കാലം 10 കൊല്ലം വണ്ടി ഉന്തിക്കൊണ്ട് നടന്നവനാണ്. I know the troubles, the pressures. ചെക്ക് മടങ്ങുന്നതിന്റെ പ്രഷർ എനിക്കറിയാം. മണി മാർക്കറ്റിൽ നിന്ന് വരാതിരിക്കാൻ, ബേബി നിങ്ങളുടെ മില്യൻസ് ഒന്നും ഇല്ലെങ്കിലും കുറെ 100 രൂപ ഉണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചവരാണ്. എന്നിട്ട് പൊട്ടാതെ പിടിച്ചു നിൽക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഈ അത്യന്ത ശക്തി. It's a treasure, that's a treasure. മക്കളെ, നിക്ഷേപം ഒന്നും ഒരാൾ പോലും കൊണ്ടുപോയി കലത്തിനകത്ത് നോക്കൂ. ഭയങ്കര ഭയങ്കര കലത്തിനകത്ത് നമ്മുടെ ഏറ്റവും സൂപ്പർ ലോക്കറിനകത്ത് കൊണ്ടുവെക്കത്തുള്ളൂ. പക്ഷെ സ്വർഗത്തിന്റെ പദ്ധതി എന്താ? ആമേൻ ആമേൻ. ജിൻസി പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി. ഞാൻ 40 കൊല്ലം പഠിച്ചിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ട് പ്രകൃതി അപ്പുറത്തെ ആളിനറിയാമോ ഇപ്പുറത്തെ ആളിനറിയാമോ എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മുടെ ഒരു ഹിഡൻ പാർട്ടൊക്കെ നമുക്കുണ്ട്. അത് മോശമായ ഹിഡൻ പാർട്ടല്ല, ശ്രോത്രം. പക്ഷെ നമ്മളെ ഒറിജിനലായി
എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി കരയുന്ന കുറെ പേരുണ്ടോ? അതിനകത്തുനിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കുന്നില്ല, വീടിച്ച് നിങ്ങളത് വായിച്ചോ. 4 വർഷത്തോന്നും ഇന്ന് രാത്രിയിൽ പ്രതിസന്ധി ഏറി വന്ന അതിനകത്തൊരു പ്രഷർ ദൈവം വെച്ചു. അവർ ചിന്തിക്കാൻ മഹത്വത്തിന്റെ തലത്തിനനുസരിച്ച ശക്തി നമ്മുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാത്രി ബലപ്പെടുന്ന ചിലതിനെ നമ്മളതിന്റെ മേൽ കയറാൻ പോവാം. നമ്മളതിന്റെ മേലൊന്ന് ജയമെടുക്കാൻ പോവാം. തിരിച്ചിങ്ങോട്ട് വന്ന് നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ആമേൻ. അടുത്ത വാക്യം അവന്റെ ആനി. ഇതൊന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഈ അകത്തെ മനുഷ്യൻ അത്ര ഇന്ന് രാത്രി പറയുന്നു. ഇന്ന് രാത്രി ഈ യോഗത്തിന് പഴയ മനുഷ്യൻ എവിടെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ, അകത്തെ മനുഷ്യൻ പവർഫുൾ അല്ലെങ്കിൽ അതിന്റെ another side is the external man will increase. അകത്തെ മനുഷ്യൻ is not increasing. Amen. And what happens? The outer man, the external man, the flesh man, the carnal man, the ordinary man. Amen. Amen. തകരപ്പെടും. ശിംശോനെ കുറിച്ച് പറഞ്ഞത് അവൻ ശേഷ മനുഷ്യനെ പോലെയായി. ആരായിരുന്നു ഈ മനുഷ്യൻ? അവൻ ഒരൊറ്റ കഴുതയുടെ താടിയെന്നുകൊണ്ട് അവൻ ഭയങ്കര വിക്ടറി ഉണ്ടാക്കി. മിദ്യാന്യ ഫെലിസ്തീയ ശക്തികളെ കാൽക്കീഴാക്കിയവൻ. പക്ഷേ ഇന്ന് രാത്രി സാക്ഷൂസെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ഒന്ന് ശ്രദ്ധിക്കാം. ഈ മനുഷ്യനെ എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധാത്മാവിനോട് പറയുന്ന ആ ദൂത് ഞാൻ ഇന്ന് രാത്രി പറയാം. ചന്ദ്രതരെ സഭയോട് ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ചോ. ശിംശോനെ, നിന്റെ വിളിക്കകത്ത് ദാഗോന്റെ ക്ഷേത്രത്തിലെ കൂത്തുകാഴ്ചയാകാനല്ല. നിന്റെ വിളി നിന്നിലൂടെ ഒരു ദേശത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അത്യന്ത ശക്തിയാണ് നിന്റെ മേൽ തന്നത്. ഇതിനകത്ത് ഗൗരവമായി എടുക്കുന്നുണ്ട്. ഈ 7ാമത്തെ സന്ധ്യയിൽ ഒരു ഓർഡിനറി ആയിട്ടല്ല, ഇതിനകത്ത് ഒരു അത്യന്ത ശക്തിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. That's a big treasure. ഞാനെപ്പോഴും ചിന്തിക്കും, ഞാനെപ്പോഴും ചിന്തിക്കും, ഈ നിക്ഷേപം വെക്കാൻ തക്കവണ്ണം am I worthy that God could invest such a kind of treasure inside me? വിശുദ്ധമായ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വിശുദ്ധമായ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചറായി നിൽക്കാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് ദൈവത്തെ കൊടുക്കാൻ കഴിയും. അവരുടെ എവിടെങ്കിലും ഒരു കോണിൽ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയും. മനസ്സിലോർത്തോണം, ഇതൊരു നിക്ഷേപം. രാത്രി ആ നിക്ഷേപം എന്നിൽ വെക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്നിലൊരു യോഗ്യതയുമില്ലെന്ന് ആ ഒരു പവർ കൊടുത്തത് ഒരു വലിയ കൂട്ടത്തെ ഒറ്റ മനുഷ്യനെ പോലെ. നിങ്ങൾ കർത്താവിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചോദിച്ചു? ദൈവത്തിന് ഒരിക്കലും വലിയ ഒരു ടീം വേണ്ട. 25 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരു നേഷൻസിന്റെ അഭിഷേകം വ്യാപരിക്കും. പാസ്റ്ററുണ്ടായി ഇന്ന് രാത്രി ഞങ്ങളെല്ലാം പാസ്റ്ററാക്കും. 25 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവം എത്ര പേരെ അയച്ചു? Just one person. God doesn't need a team. God doesn't need a mega giga. ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ തലമുറകളുടെ ചീരകത്തോട്ട് ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്
പക്ഷെ അവനെ എവിടേക്കും ചില തലമുറകളെ ക്ലെയിം ചെയ്തു. വീടിനകത്ത് ചേർക്കം വന്നായിരുന്നു, കൊച്ചു വന്നായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ല. പറഞ്ഞു, നീ അകത്ത് കുഞ്ഞിനെ വഹിക്കുമ്പോ തന്നെ അവനെ ഞാൻ അഭിഷേകം ഇറക്കിട്ടു. തക്ക സമയത്ത് ഞാൻ അത് പുറത്തു കൊണ്ടുവരും. തക്ക സമയത്ത് ഞാനത് റിലീസ് ചെയ്യും. പക്ഷെ അവന്റെ അകത്തെ മനുഷ്യൻ തോറ്റു, പുറമെയുള്ള മനുഷ്യൻ സംഭവിച്ചത് സ്വത്രം അവൻ ശേഷം അങ്ങനല്ലേ, ശേഷ മനുഷ്യനെ കൂടെ. You are an extraordinary person. That's the anointing you carry. Now you are ordinary, below an ordinary man. കാരണം അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ കേട്ടോ, the inner person, the spirit man inside you. നമുക്ക് മനസ്സിലായോ? The spirit man inside you. The spirit man inside you should increase day by day. Increase ചെയ്യുന്ന the primary thing is ആത്മാവിന. രാത്രി ആത്മാവിനാണ് സ്വത്രം ഒന്ന് നിറയാൻ നല്ല സമയം എടുക്കാൻ പോവാം. 5 minutes. ആത്മാവിനെ കുറിച്ച് പറയാൻ വേറെ 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. രണ്ടും 5-ാമത്തെ അധ്യായത്തിലാണ്. അതൊരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ do not grieve the Holy Spirit. അയാളെ ദുഃഖിപ്പിച്ചാലും പരിശുദ്ധാത്മാവിനെ do not quench. പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കും. Do not lie to the Holy Spirit. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് ആത്മാവ് നിറഞ്ഞവൻ. രാത്രി ആത്മാവിനാണെന്ന് നിറയുമ്പോൾ the Spirit of God dominates in your life. Out of man it's going to decrease. ഒരല്പമറിവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെടും.